കേണൽ സോഫിയ ഖുറേഷിയുമായി ബന്ധപ്പെട്ട് അവരെ ആക്ഷേപിക്കും വിധത്തിലേക്കൊക്കെ വന്നിട്ടുള്ള പരാമർശങ്ങളെക്കുറിച്ചാണ് MP അവിടെ സംസാരിച്ചത് മന്ത്രിയുടെയൊക്കെ ഭാഗത്ത് നിന്ന്. അതെ, തികച്ചും അപലപനീയമാണ്. അതുപോലെ തന്നെയാണ് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വാർ ഹിസ്റ്റീരിയ സൃഷ്ടിച്ചു എന്നതാണ് അതിന്റെ കാരണം. ഇപ്പോൾ ബീഹാറിലെ മന്ത്രി പറഞ്ഞത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ മുസ്ലിം സമുദായം അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവരെയാണ്. അപ്പോ അവരെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ മന്ത്രിയുടെ പ്രസ്താവന. ആലോചിച്ചതാണ് താങ്കളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള വിദേശകാര്യ സെക്രട്ടറി നേരിട്ടൊരു അധിക്ഷേപം എത്ര ക്രൂരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെ. ഇപ്പോൾ സാന്ദർഭികമായി താങ്കളത് സൂചിപ്പിച്ചു. ഞാനത് ശ്രദ്ധിച്ചത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഇന്നലെ നോക്കൂ, ഇന്നലെ വക്താവ് രൺധീർ ജയ്സ്വാളാണ് എത്തിയത്. വിദേശകാര്യ സെക്രട്ടറിയെ മാറി നിന്നതാണോ മാറ്റി നിർത്തിയതാണോ അറിയില്ല. പക്ഷേ അത് ഒട്ടും നമ്മളൊക്കെ കാണുമ്പോൾ അതൊട്ടും സുഖകരമായൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കം മുതൽ ഇക്കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിച്ചുകൊണ്ടിരുന്ന ആ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് നേരെ ഇത്ര വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു, സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം അടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളോട് വിശദീകരിക്കാനോ മാധ്യമങ്ങളോട് വിശദീകരിക്കാനോ അദ്ദേഹത്തെ കാണാനുമില്ല. അതിന്റെ കാരണം ഈ സോഷ്യൽ മീഡിയ അറ്റാക്സ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ല, അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡിപ്ലോമാറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് കാരണം അദ്ദേഹം പിന്തിരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലത്തെ ബ്രീഫിംഗ് ജോയിന്റ് സെക്രട്ടറി ലെവലിൽ നടത്തിയാൽ മതി എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തു കാണും. ഇവിടെ ഈ വിക്രം മിശ്രയെ ആക്രമിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിവിൽ സർവന്റ് ആണ്, പ്രൊഫഷണൽ ഡിപ്ലോമാറ്റ് ആണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണ്. അവരുടെ തീരുമാനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക, വേണ്ട വിശദീകരണങ്ങൾ നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അപ്പോൾ ഈ സീസ്ഫയറിന് വേണ്ടിയുള്ള തീരുമാനം ഏറ്റവും ഉന്നത തലത്തിൽ പ്രധാനമന്ത്രിയുടെ അപ്രൂവലോടുകൂടി മാത്രമേ എടുത്തു കാണാൻ സാധ്യതയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ആ സീസ്ഫയർ എടുത്തത് എന്ന് വിശദീകരിക്കേണ്ടതും ഏറ്റവും ഉന്നത തലങ്ങളിൽ ഗവൺമെന്റിൽ നിന്നുമാണ്.